2595 റേഞ്ചിൽ നമുക്ക് സിൽക്കി കോട്ട ടിഷ്യൂ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്കും അതുപോലെ ബനാറസി വീവിങ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നമ്മൾ എപ്പോഴും കാണുന്ന സൽവാസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഇതിൽ ഓർഗൻസ ഫാബ്രിക് ആട്ടോ ഉള്ളിൽ കൊടുത്തേക്കുന്നത്. ഫുള്ളായിട്ടും ഇങ്ങനെ ബനാറസി വീവിങ് ആണ് വരുന്നത്. നല്ലൊരു ലൈറ്റ് പിങ്ക് ടോണിലേക്ക് വരും. ബോട്ടം സാൻഡൂൺ സിൽക്കിൻ്റെയും ദുപ്പട്ട സെയിം നമുക്ക് ടിഷ്യൂ സിൽക്കിൽ തന്നെ വന്നിട്ട് അതിൽ ആപ്ലിക് വർക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ടോണിലേക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇത്രയും ഷെയ്ഡ്സിലാട്ടോ ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പിങ്കിൻ്റെ ടോണാണ്. ഇതിൻ്റെ ഒരു സാരീസൊക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ്. ഇങ്ങനെ ഫുള്ളായിട്ടും വീവിങ് പാറ്റേൺ ആണ് ചെയ്തത്. അത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് വരുന്നുണ്ട്, ബാക്ക് സൈഡും വരുന്നുണ്ട്. ക്ലോസർ ലുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ബാക്ക് സൈഡും വരും. ദാമൻ ഏരിയയിൽ 2 എൻഡിൽ നമുക്ക് സ്കാലപ്പ് പാറ്റേണും ആപ്ലിക് വർക്കും ആണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ടോണിലേക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് വരുന്നത്. ദുപ്പട്ടയും നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് കണ്ടോ. ഇതാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. അതിനും ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബോട്ടം പിങ്ക് ടോണുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തത്. സെയിം പാറ്റേൺ ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ടോണിലേക്കാണ് ഈ സെറ്റ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ സെറ്റ് വരുന്നത്.